ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ്. സോ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് +1 കാരുടെ ക്രിസ്മസ് എക്സാം ആണല്ലേ? യെസ്, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏത് രീതിയിൽ പഠിച്ചാലാണ് നിങ്ങൾ ഫുൾ മാർക്കിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വെൽ പ്ലാനുമായിട്ടാണ് ഞാൻ മക്കളെ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. പിന്നെ എങ്ങനെ പഠിക്കണം, ഒരു ചാപ്റ്റർ എങ്ങനെ പഠിക്കും എന്നുള്ളത് ഈ 3 ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ വർഷം ഡിസംബർ എക്സാമിന് പോയപ്പോൾ കുട്ടികൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ അവർ PYQ മാത്രം പോയി. ഒരു 20% മാത്രം PYQ, 80% ക്വസ്റ്റ്യൻ NCERT ബേസ്ഡ് അല്ലേ? അപ്പോ എങ്ങനെ ചോദ്യം വരുന്നുള്ള പഠിക്കാം. നമ്മൾ ആദ്യം തെർമോഡൈനാമിക്സിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക്. എന്തുകൊണ്ട് തെർമോഡൈനാമിക്സ് എടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ റണ്ണിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ട് പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ വന്നതും ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അപ്പൊ ആ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം ചോദിച്ചെന്ന് അറിയാം. അങ്ങനെ മാത്രം പഠിക്കും ഓരോ ചാപ്റ്റർ. അപ്പൊ ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്ന ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. അതുകൊണ്ട് തന്നെ തെർമോഡൈനാമിക്സിലേക്ക് അല്ലേ? ആദ്യത്തെ ചോദ്യം ഇതാണ്. എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ΔU ആണ് ഓഫ് എ സിസ്റ്റം വെൻ നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം ഫ്രം ദ സറൗണ്ടിങ്സ്. സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് ഒന്നും അബ്സോർബ് ചെയ്യുന്നില്ല. അതായത് ചേഞ്ച് ഇൻ ഹീറ്റ് എന്ന് പറയുന്നത് അവിടെ 0 ആണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് മുകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സിസ്റ്റം സറൗണ്ടിങ്സ് ഹീറ്റ് എനർജി വാങ്ങുന്നില്ല, ആ സിസ്റ്റത്തിന് മുകളിൽ വർക്ക് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അത് ഏത് സിസ്റ്റം ആയിരിക്കും? ആ സിസ്റ്റത്തിന്റെ വാൾ ഏത് വാൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഒരു ചോദ്യം കണ്ടാൽ ടഫ് ആണെന്നൊക്കെ തോന്നും. പക്ഷെ എവിടെ നിന്നാണ്? നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിൽ നിന്ന് എടുത്തിട്ടുള്ള അതേ ചോദ്യമാണ് മക്കൾ. ഈ ആദ്യത്തെ ചോദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്ത് ഓവറായിട്ട് ബോധം ആവശ്യമില്ല. അതിന്റെ സൊല്യൂഷനും NCERT കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ കണ്ട് ഞെട്ടേണ്ട ആവശ്യമില്ല. ഇതിന്റെ സൊല്യൂഷൻ NCERT തന്നെ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. ഒന്നും ഇല്ലെങ്കിൽ വാൾ എന്തായിരിക്കും? അഡയബാറ്റിക് വാൾ ആയിരിക്കും. അതിന്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്. ΔU +W. അവിടെ പോസിറ്റീവ് വർക്ക് ആണ്, കാരണം വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. അപ്പൊ പോസിറ്റീവ് വർക്ക് ആണ്. അതായത് ഇൻസുലേറ്റഡ് വാൾ ആണ്. ആ വാൾ വഴി ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നില്ല. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ മക്കളെ മനസ്സിലാക്കുക, ആ വാൾ ഒരു ഇൻസുലേറ്റഡ് വാൾ ആണ്. ഇൻസുലേറ്റഡ് വാൾ വഴി ഹീറ്റ് എനർജി ചെയ്യാൻ പറ്റില്ല, അബ്സോർബ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത് അഡയബാറ്റിക് വാൾ എന്ന് പറയാം. കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ അഡയബാറ്റിക് വാളാണ്. അതുവഴി ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് NCERT ഏതൊക്കെ ഇങ്ങനെ ഈ ഒരു പിങ്ക് കളർ ബോക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കാതെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകരുത്. വെറുതെ PYQ പഠിച്ചിട്ട് ഒരു കാര്യമില്ല മക്കളെ. അത്രയും ടഫ് ആയിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. രണ്ട് കയ്യിലും മുറുകെ പിടിച്ചാൽ മാത്രമേ നമ്മൾ ക്രിസ്മസ് എക്സാമിന് നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരു എക്സാം കൂടിയാണ് അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് 10th ഒരു CBSE ലെവലിൽ എങ്ങനെയാണോ ചോദ്യം ചോദിക്കുക, CBSEയുടെ അതേ പാറ്റേൺ ആണ്. NCERT ഫോക്കസ് ആയിട്ടുള്ള പാറ്റേണും CBSEയുടെ പാറ്റേൺ ആണ്. കാരണം എൻട്രൻസ് എക്സാമുകൾ അങ്ങനെയാണ് നടക്കുക അല്ലേ? അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. അസേർഷനും റീസണും. അസേർഷൻ കറക്റ്റ്, റീസൺ കറക്റ്റ്, അസേർഷൻ റോങ്, റീസൺ റോങ്, അസേർഷൻ കറക്റ്റ്, റീസൺ റിയൽ എക്സ്പ്ലനേഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിച്ചു കാണും, അതേപോലത്തെയാണ്. അപ്പൊ ആദ്യം അസേർഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ലിക്വിഡ് ക്രിസ്റ്റലൈസ് ഇൻടു എ സോളിഡ് ആൻഡ് ഇസ് അക്കമ്പനീഡ് ബൈ ഡിക്രീസ് ഇൻ എൻട്രോപ്പി. ഒരു ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുകയാണ്, അപ്പൊ എൻട്രോപ്പി കുറയും എന്നുള്ളതാണ് അസേർഷൻ അല്ലെ? വെള്ളം ഐസായി മാറുന്ന സമയത്ത് അതിന് ഡിസോർഡർ അല്ലെ? വെള്ളത്തിന് ഓർഡേർഡ് സ്റ്റേറ്റ് ആണ് മോളിക്യൂൾ. ഐസായി മാറുന്നതിന് എന്തായി മാറുക? ക്രിസ്റ്റലായി മാറുക. ഓർഡേർഡ് വെള്ളത്തിന് ഡിസോർഡർ സ്റ്റേറ്റ് ആണ്, അത് ഓർഡേർഡ് സ്റ്റേറ്റിലേക്ക് വരികയാണ്. ഐസായി മാറുക എന്ന് പറഞ്ഞാൽ ഓർഡർ സ്റ്റേറ്റിലേക്ക് വരുന്നു അല്ലെ? അപ്പൊ എൻട്രോപ്പി എന്ന് വെച്ചാൽ എന്താ? എൻട്രോപ്പി ഡിസോർഡർ ആണ്, റാൻഡംനെസ് ആണ്. ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയില്ലാതെ ചില ആളുകളെ പോലെ ഡിസോർഡർ ആണ്. ഡിസോർഡർ ആയിട്ടുള്ളത് ഡിസോർഡർ ഉള്ളത് ഓർഡേർഡ് ആയിട്ട് വരികയാണ് അല്ലെ? എൻട്രോപ്പി എന്ന് പറയുന്നത് ഡിസോർഡർ ആണ്, അടുക്കും ചിട്ട ഇല്ലായ്മയാണ്. അപ്പൊ ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് എത്തുമ്പോൾ എന്താ? അടുക്കും ചിട്ടയും കൂടും. അപ്പൊ എൻട്രോപ്പി എന്ത് ചെയ്യും? കുറയും. ഡിസോർഡർ കുറയുകയാണ് ചെയ്തത്. സോ എൻട്രോപ്പി എന്ത് ചെയ്യും? ഡിക്രീസസ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് അസേർഷൻ ഇസ് കറക്റ്റ്. ഇനി റീസൺ കറക്റ്റ് ആണോ എന്നുള്ള, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇൻ എ ക്രിസ്റ്റൽ മോളിക്യൂൾ ഓർഗനൈസ്ഡ് ഇൻ ആൻ ഓർഡേർഡ് മാനർ. ക്രിസ്റ്റലിലേക്ക് വരുന്ന സമയത്ത് മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റം അല്ലെങ്കിൽ ഓർഡേർഡ് മാനറിൽ അറേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതും കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? അപ്പൊ അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ റീസൺ, ഈ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ ആണോ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നമുക്കറിയാം ലിക്വിഡിൽ മോളിക്യൂൾ ഡിസോർഡർ സ്റ്റേറ്റിലാണെന്നും സോളിഡിൽ മോളിക്യൂൾ ഓർഡേർഡ് സ്റ്റേറ്റിലാണെന്നും അറിയാം. സോളിഡ് ആവുന്ന സമയത്ത് മോളിക്യൂൾ എന്ത് ചെയ്യും? അടുത്തടുത്ത് വന്ന് ഓർഡേർഡ് സ്റ്റേറ്റിലേക്ക് നിൽക്കുമെന്ന് അറിയാം അല്ലേ? റെഡി അല്ലേ? അപ്പൊ അതുകൊണ്ടാണ്
എന്ത് എൻട്രോപ്പി കുറയുന്നത്. അപ്പൊ എന്താണ് റീസൺ എന്ന് പറയുന്നത്? അസേർഷന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ ആണ്. both assertion and reason are correct and reason is the real correct explanation of assertion. Yes. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ ആണ് both A and R are true and R is the correct explanation of A. അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ട്? A is true but A is true, R is true, അങ്ങനത്തെ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഏതാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എടുക്കുക. രണ്ടും ട്രൂമാണ്. അതായത് മക്കൾ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അല്ലെങ്കിലുള്ള പ്രശ്നം പറഞ്ഞില്ല, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് ആവും അല്ലെ? എന്താണ് ഇത് ചെയ്യേണ്ടത്? ഇതൊക്കെ വായിച്ചാൽ എങ്ങനെയാ മനസ്സിലാവുക? അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഒരു ധാരണ വേണം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ട. ചിലപ്പോ എയും ആറും ട്രൂ ആയിരിക്കും, പക്ഷേ ബി എന്ന് പറയുന്നത് എന്തിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആവില്ല, എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആവത്തില്ല. അപ്പൊ ആ കാര്യം മനസ്സിൽ വെക്കുക. ഈ 3 കാര്യങ്ങളും ഓക്കെയാണോ? എ കറക്റ്റ് ആണോ? ബി കറക്റ്റ് ആണോ? ബി എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? കാര്യങ്ങൾ അവിടെ ചെക്ക് ചെയ്യണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്. അപ്പൊ ഈ ഒരു ചോദ്യം പഠിക്കുമ്പോൾ അടുത്ത പറയാനുള്ളത് എഗെയിൻ നമ്മുടെ പിങ്ക് ബോക്സ് അല്ലെ. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പിങ്ക് ബോക്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ചോദിച്ചിട്ടുണ്ട് ലിക്വിഡ് ക്രിസ്റ്റലൈസ് ഇൻടു എ സോളിഡ്, അപ്പൊ എൻട്രോപ്പി കുറയും എന്നുള്ളത് തന്നിട്ടുണ്ട്. അതിന്റെ സൊല്യൂഷനും എവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്? NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ NCERT വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ചോദ്യവും അറ്റൻഡ് ചെയ്യാം. ഈ പിങ്ക് ബോക്സ് മറക്കരുത്. ഇതാണ് നമ്മുടെ മെയിൻ. ഇങ്ങനെ തന്നെ അങ്ങ് ചോദിക്കുക ചെയ്യാം. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മെത്തനോൾ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കാനുള്ള ചോദ്യം 100% ഉറപ്പാണ് മക്കളെ. ഇതില്ലാത്തൊരു ചോദ്യ പേപ്പർ ഇല്ല. ഇനി ഈ ചോദ്യം എവിടെ നിന്ന് എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ ലാസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് എടുത്ത ചോദ്യമാണ്. യെസ്. അപ്പൊ NCERT ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. NCERT മുറുകെ പിടിച്ച് നിങ്ങൾ പഠിക്കുക. PYQന്റെ പിന്നാലെ പോകരുത്. അത് പിള്ളേർ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടപ്പോൾ പിള്ളേർ വല്ലാണ്ട് വെറിയുടെ ഇത് ഞങ്ങൾ കണ്ടിട്ടില്ല, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും, ഇത് ഭയങ്കര നീറ്റ് ലെവൽ അല്ലെങ്കിൽ JEE ലെവൽ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞ അന്ന് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. ഒന്നുമല്ല, സന്തോഷ വാർത്തയുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ NCERT ബേസ് ചെയ്തുള്ള എല്ലാ ലൈവ് ക്ലാസ്സുകളും ഓരോ സബ്ജക്റ്റിൻ്റെതും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യനുകളുടെ ഷോർട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും, കോണ്ടന്റ് വീഡിയോസ് ഉണ്ടായിരിക്കും. NCERT ഫോക്കസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും NCERT ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോർട്ട് വീഡിയോ ആയാലും നമ്മുടെ കോണ്ടന്റ് വീഡിയോ ആയാലും നമ്മുടെ ലൈവ് ക്ലാസ്സുകളായാലും മാക്സിമം NCERT ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ. ചോദ്യം നമുക്ക് ലൈവിൽ അങ്ങ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ലൈവ് ഉണ്ടായിരിക്കും. ആ ലൈവിൽ നമ്മൾ ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് ട്രിക്സ് ഉപയോഗിച്ചെന്നുള്ളത് അവിടെ പഠിക്കാം അല്ലേ? ഇത് മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് സെറ്റ് ആക്കി ലൈവിൽ തരും. ലൈവ് തുടങ്ങുന്ന ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ടും തരും അല്ലേ? അപ്പോൾ ബൈ.